ഓസ്ട്രേലിയൻ സ്റ്റുഡന്റ് വിസയിൽ പോകാൻ എന്തിനാണ് ഫണ്ട് ആവശ്യം? രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ട്യൂഷൻ ഫീസ്, മറ്റൊന്ന് ഷോ മണി അല്ലെങ്കിൽ ലിവിംഗ് കോസ്റ്റ്. ഓസ്ട്രേലിയൻ സ്റ്റുഡന്റ് വിസയ്ക്ക് പോകുമ്പോൾ ഷോ മണി ആർക്കൊക്കെയാണ് കാണിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഏതൊക്കെ ഫണ്ടാണ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് സ്റ്റുഡന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ എക്സ്പെൻസും കൊടുക്കുന്നത് ഈ സ്പോൺസറുടെ കയ്യിൽ നിന്നായിരിക്കും. ആർക്കൊക്കെയാണ് സ്പോൺസർഷിപ്പ് ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കുക? എഡ്യൂക്കേഷണൽ ലോണോ അതുപോലെയുള്ള പേഴ്സണൽ ലോണോ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറഞ്ഞ പോസ്റ്റ് ഓഫീസിലും KSFയിലും ഒക്കെ നിങ്ങൾക്ക് ഫണ്ട് ഉണ്ടെങ്കിൽ അത് ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷൻ വഴി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഹായ് എവരിവൺ, പലരുടെയും സ്വപ്നമാണ് ഓസ്ട്രേലിയയിൽ സ്റ്റുഡന്റ് വിസയിൽ പോയി പഠിക്കുക എന്നുള്ളത്. എന്നാൽ ഉയർന്ന ഫീസും ഷോമണിയും സ്പോൺസർഷിപ്പ് അവൈലബിലിറ്റി ഇല്ലാത്തതും കൊണ്ട് പല കുട്ടികൾക്കും ഈ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. പക്ഷേ ഒരു പ്ലാനിങ്ങോട് കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഓസ്ട്രേലിയയിൽ സ്റ്റുഡന്റ് വിസയിൽ പോയി പഠിക്കാനായിട്ട് സാധിക്കും. സ്പോൺസർഷിപ്പിനെ കുറിച്ചും ഏതൊക്കെ ഫണ്ടാണ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചും സ്റ്റുഡൻസിനും പേരൻസിനും അത്ര ധാരണയില്ല. അതുകൊണ്ടാണ് ഡെസ്മ ഇന്റർനാഷണൽ ഇങ്ങനെ ഒരു ക്ലാരിറ്റി വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഓസ്ട്രേലിയൻ സ്റ്റുഡന്റ് വിസയിൽ പോകാൻ എന്തിനാണ് ഫണ്ട് ആവശ്യം? രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ട്യൂഷൻ ഫീസ്, മറ്റൊന്ന് ഷോ മണി അല്ലെങ്കിൽ ലിവിംഗ് കോസ്റ്റ്. ട്യൂഷൻ ഫീസ് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ നമ്മൾ അവിടുത്തെ ട്യൂഷൻ ഫീസ് പേ ചെയ്യേണ്ടതുണ്ട്. 3 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ 1 ഇയർ ട്യൂഷൻ ഫീസ് നിങ്ങൾ പേ ചെയ്തിട്ടായിരിക്കും ഓസ്ട്രേലിയയിൽ പോവുക. രണ്ടാമത് വരുന്നതാണ് ഷോ മണി. എന്തിനു വേണ്ടിയാണ് ഷോ മണി എന്നുള്ളൊരു കൺസെപ്റ്റ് ഓസ്ട്രേലിയ വെച്ചിരിക്കുന്നത്? സ്റ്റുഡൻറ് വിസയിൽ പോകുന്ന കുട്ടികൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ലിവിംഗ് കോസ്റ്റ്, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് എങ്ങനെ മീറ്റ് ചെയ്യും, ഇതിനു വേണ്ടിയാണ് ഷോ മണി എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്റ്റുഡൻറ് വിസയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഷോ മണി ബാങ്കിൽ കാണിച്ചിട്ടായിരിക്കും പോകുന്നത്. അതിന്റെ മീനിങ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചെറിയ പാർട്ട് ടൈം ചെയ്ത് ഡേ ടു ഡേ ലൈഫിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് കണ്ടെത്താനും സാധിക്കും. എന്നാൽ ബാക്കി വരുന്ന വലിയ എക്സ്പെൻസസ് ഒക്കെ ഷോ മണി ആയിട്ട് കാണിച്ച് അവർക്ക് അതിനുള്ളൊരു ബാക്കപ്പ് ഉണ്ട് അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയാണ് ഷോ മണി എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ സ്റ്റുഡന്റ് വിസയ്ക്ക് പോകുമ്പോൾ ഷോ മണി ആർക്കൊക്കെയാണ് കാണിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഏതൊക്കെ ഫണ്ടാണ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ട്യൂഷൻ ഫീസ് പേ ചെയ്യാനും ലിവിംഗ് കോസ്റ്റ് പേ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഫണ്ട് ഏത് രീതിയിലാണ് കാണിക്കാൻ പറ്റുക? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ലോൺ തന്നെയാണ്. പല ബാങ്കുകളും അത്യാവശ്യം നല്ല പെർസെൻറ്റേജ് മാർക്കുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷണൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്യൂഷൻ ഫീസിനാണെങ്കിലും ഷോ മണി അല്ലാന്നുണ്ടെങ്കിൽ ലിവിംഗ് കോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ആണെങ്കിലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇത് അക്സെപ്റ്റബിൾ ഫണ്ടായിട്ട് തന്നെയാണ് ഓസ്ട്രേലിയ കൺസിഡർ ചെയ്യുന്നത്, എഡ്യൂക്കേഷണൽ ലോൺ. അടുത്തതായി വരുന്നതാണ് പേഴ്സണൽ ലോൺ. പേഴ്സണൽ ലോൺ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പേഴ്സണൽ ലോൺ എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിലും അവരുടെ പാരൻസിന് പ്രോപ്പർ ഇൻകം ഉണ്ട്, അത് തിരിച്ചടയ്ക്കാനുള്ള, അതായത് ഈ ലോൺ എടുക്കുമ്പോൾ അത് തിരിച്ചടക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്ന് ഉറപ്പായാൽ പേഴ്സണൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പല ബാങ്കും. അതുവഴിയും നിങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്ത് കുട്ടികളെ സ്റ്റുഡൻറ് വിസയിലേക്ക് അയക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായി അക്സെപ്റ്റ് ചെയ്യുന്ന ഫണ്ട് എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. അതായത് ചില പാരൻസിന് അവരുടെ ഏർണിങ്സിൽ നിന്ന് കുറച്ച് എമൗണ്ട് മാറ്റിവെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് FD ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് സോഴ്സ് ഓഫ് സേവിങ്സ് ആയിട്ടോ അവർ വെക്കാറുണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ള പേരൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളുടെ പേരിലും FD ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ് വിസയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതും അക്സെപ്റ്റബിൾ ഫോം ഓഫ് ഫണ്ടാണ്. ഇനി അടുത്തതായി വരുന്നത് നോർമൽ സേവിങ്സ് അക്കൗണ്ടിലുള്ള ഫണ്ടാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി എമൗണ്ട് കീപ്പ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് സേവിങ്സിൽ കുറച്ച് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കുട്ടികൾക്കായി സ്റ്റുഡൻറ് വിസ ഓപ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായി വരുന്നതാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. ഇതും നിങ്ങൾക്ക് സ്റ്റുഡൻറ് വിസയിൽ അക്സെപ്റ്റ് ചെയ്യാവുന്ന ഫണ്ടായി യൂസ് ചെയ്യാൻ സാധിക്കും. പലരും കേട്ടിട്ടുള്ളൊരു ടേം ആയിരിക്കും സ്പോൺസർഷിപ്പ്. ഓസ്ട്രേലിയയിൽ സ്റ്റുഡൻറ് വിസയ്ക്ക് പോകുമ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞ ഫണ്ടൊന്നും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പോൺസറിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സ്പോൺസർ എന്ന് പറയുമ്പോൾ ആ കുട്ടി സ്റ്റുഡൻറ് വിസയിൽ പോകുമ്പോൾ ആൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ഫീസും ലിവിംഗ് കോസ്റ്റും ഒക്കെ പേ ചെയ്യാനായിട്ട് ഉള്ള ഒരു തേർഡ് പാർട്ടി ആളെയാണ് സ്പോൺസർ എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ എക്സ്പെൻസും കൊടുക്കുന്നത് ഈ സ്പോൺസറുടെ കയ്യിൽ നിന്നായിരിക്കും. ആർക്കൊക്കെയാണ് സ്പോൺസർഷിപ്പ് ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കുക? ഫസ്റ്റ് വരുന്നത് പേരൻസ് തന്നെയാണ്. മദർ ഓ ഫാദർ, കുട്ടിയുടെ അച്ഛനോ അമ്മയ്ക്കോ സ്പോൺസർ ആയി നിന്നുകൊണ്ട് കുട്ടിക്ക് ഫണ്ട് റേസ് ചെയ്ത് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ് വിസയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും.
പേരൻസ് ആണെങ്കിലും അവർക്ക് നിശ്ചിത ഇൻകമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. അടുത്തതായി വരുന്നതാണ് ഗ്രാൻഡ് പേരൻസ്. ചില ഗ്രാൻഡ് പേരൻസിന് വലിയ രീതിയിലുള്ള സേവിങ്സോ കാര്യങ്ങളോ ഉണ്ടായിരിക്കാം. അവർക്കും കുട്ടികളെ സ്പോൺസർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഗ്രാൻഡ് പേരൻസ് എന്ന് പറയുമ്പോൾ ഫാദറിന്റെ സൈഡിൽ നിന്നുള്ളതാണെങ്കിലും മദറിന്റെ സൈഡിൽ നിന്നുള്ളതാണെങ്കിലും അക്സെപ്റ്റബിൾ ആണ്. അടുത്തതായി വരുന്നതാണ് സിബ്ലിങ്സ്. കുട്ടിയുടെ ബ്രദർ, സിസ്റ്റർ ആരാണെങ്കിലും അവർക്കും സ്പോൺസർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇൻകം ഉണ്ടായിരിക്കുന്ന ഒരു സിബ്ലിംഗ് ആയിരിക്കണം എന്ന് മാത്രം. ഇനി കുട്ടിയുടെ കയ്യിൽ അല്ലെങ്കിൽ ഈ സ്റ്റുഡൻറ്റിന്റെ കയ്യിൽ തന്നെ ഫണ്ട് ഉണ്ടെങ്കിൽ അതിനും സെൽഫായിട്ട് ഫണ്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ അങ്കിൾ ഓർ ഓണ്ട്. ഇവർക്കും സ്റ്റുഡൻറ് വിസയിലേക്കുള്ള സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശരിയാക്കാനായിട്ട് സാധിക്കും, സ്പോൺസർ ആവാനായിട്ടും സാധിക്കും. അതും ഫാദറിന്റെ സൈഡിൽ നിന്നാണെങ്കിലും മദറിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ഓക്കെയാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് സ്പോൺസർഷിപ്പ് പോസിബിലിറ്റീസ് ഉള്ളതെന്ന് മനസ്സിലായി കാണുമല്ലോ. നെക്സ്റ്റ്, ആർക്കൊക്കെയാണ് സ്പോൺസർ ചെയ്യാനായിട്ട് സാധിക്കാത്തതെന്ന് നോക്കാം. കസിൻസിന് സ്പോൺസർ ചെയ്യാനായിട്ട് സാധിക്കില്ല, ഫാമിലി ഫ്രണ്ട്സിനെ സ്പോൺസർ ആക്കാനായിട്ട് സാധിക്കുകയില്ല. പിന്നീട് വരുന്നത് ഡിസ്റ്റന്റ് റിലേറ്റീവ്സ്, അവരെയും നമുക്ക് സ്പോൺസർ ആക്കാനായിട്ട് സാധിക്കുകയില്ല. ഇനി എഡ്യൂക്കേഷണൽ ലോണോ അതുപോലെയുള്ള പേഴ്സണൽ ലോണോ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് മാത്രം ലോണോ ഈ പറഞ്ഞ ഹെൽപ്പോ എടുക്കാനായിട്ട് നോക്കുക. അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫോം എന്ന് പറയുമ്പോൾ നാഷണലൈസ്ഡ് ബാങ്ക് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത് കൂടാതെ പബ്ലിക് സെക്ടേഴ്സ് ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ഈ കാറ്റഗറിയിൽ വരുന്നവർക്കൊക്കെ സ്റ്റുഡൻറ് വിസയുടെ സ്പോൺസർഷിപ്പിനോ അല്ലാന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ലോണിനോ ഫണ്ട് റേസ് ചെയ്യാനുള്ളതോ ആയ റൈറ്റ്സ് ഉണ്ട്. ഇത് ഓസ്ട്രേലിയ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇനി നോൺ അക്സെപ്റ്റബിൾ ഫോം ഓഫ് ഫണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ബാങ്കിൽ ലോണിന് അപ്ലൈ ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ നമ്മുടെ സ്പോൺസറിന് ഓൾറെഡി സേവിങ്സ് ഉണ്ട്, ആ ഒരു ഫണ്ട് ഏത് രീതിയിലാണ് അവർ കീപ്പ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സേവ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ നോക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള ഫണ്ടും ചിലരുടെ കയ്യിൽ ഉണ്ടാവാം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചിലർക്ക് പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് ഉണ്ടാവും അല്ലേ. സോ ആ പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് നമുക്ക് ഓസ്ട്രേലിയയിലെ സ്റ്റുഡൻറ് വിസയിലെ ഷോമണിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അടുത്തതായി കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. കോപ്പറേറ്റീവ് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഫണ്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഷോമണിയുടെ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നീട് വരുന്ന ചില സേവിങ്സ് ആണ് മ്യൂച്വൽ ഫണ്ട്, ഷെയർസ്, അതെല്ലാം. അതും നമ്മൾക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫോമിലായിരിക്കില്ല ഉള്ളത്, നമ്മൾക്ക് ഷോമണിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഈ പറഞ്ഞ പോസ്റ്റ് ഓഫീസിലും KSFയിലും ഒക്കെ നിങ്ങൾക്ക് ഫണ്ട് ഉണ്ടെങ്കിൽ അത് ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷൻ വഴി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതിന്റെ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഡെസ്മ ഇന്റർനാഷണലിന്റെ കൗൺസിലേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തതായി നോക്കേണ്ടത് എത്ര നാളത്തെ മെച്യൂരിറ്റി വേണം എന്നുള്ളതാണ്. ഫണ്ടൊക്കെ ഓൾറെഡി കയ്യിൽ ഉണ്ടാവാം, ഈ പറഞ്ഞ അക്സെപ്റ്റബിൾ ഫോമിലായിരിക്കാം ഫണ്ട് ഉള്ളത്. എന്നാൽ എത്ര നാളത്തെ മെച്യൂരിറ്റി വേണം? മിനിമം 3 മാസമെങ്കിലും മെച്യൂർഡ് ആയിട്ടുള്ള ഫണ്ട് ആയിരിക്കണം. അതിൽ കൂടുതലാണെങ്കിൽ അത്രയും നല്ലത്. ഇൻ കേസ് ഫണ്ടിന് മെച്യൂരിറ്റി ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ സജഷൻസ് തരുന്നതായിരിക്കും. ഓൾട്ടർനേറ്റ് ഓപ്ഷൻ അതിനുമുണ്ട്. ലാസ്റ്റായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. ഓസ്ട്രേലിയയിൽ സ്റ്റുഡൻറ് വിസയിൽ പോകാനായിട്ട് ITR ഫയൽ ചെയ്തിരിക്കണം. മിനിമം 2 to 3 ഇയേഴ്സിലേക്കുള്ള ITR വേണം ഫയൽ ചെയ്യാനായിട്ട്. പല കാൻഡിഡേറ്റും നമ്മളടുത്ത് എൻക്വയറി ചെയ്യുമ്പോൾ ചോദിക്കാറുള്ളത് ITR ഇപ്പോൾ ഫയൽ ചെയ്തിട്ടില്ല, ഒരുമിച്ച് ഫയൽ ചെയ്താൽ മതിയോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ബട്ട് അതൊരു റിസ്കി ഫാക്ടറാണ്. ഓസ്ട്രേലിയയിലെ പല യൂണിവേഴ്സിറ്റീസിലേക്കും നമ്മൾ ആപ്ലിക്കേഷൻ ഇടുമ്പോൾ പ്രോപ്പർ ITR അല്ലെങ്കിൽ പ്രോപ്പർ ഇൻകത്തിന്റെ സോഴ്സ് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് GS ക്ലിയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഓൾറെഡി വേറെ സൈഡ് ത്രൂ ആപ്ലിക്കേഷൻ ഇട്ട കാൻഡിഡേറ്റ്സ് നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോഴാണ് അറിയാൻ സാധിക്കുന്നത് പലരും ഇതിൻ്റെ ഒരു ക്ലാരിറ്റി കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്നുള്ളത്. സോ ഡെസ്മ ഇന്റർനാഷണൽ നിങ്ങളെ ഗൈഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈല് ഫുള്ളായിട്ട് അനലൈസ് ചെയ്ത് ആദ്യം തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ഫണ്ട് കാണിക്കാൻ പറ്റുന്നത് എല്ലാം അനലൈസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ, നമ്മൾ യൂണിവേഴ്സിറ്റീസിലേക്ക് ആപ്ലിക്കേഷൻ ഇടാറുമുള്ളൂ. പലർക്കും ഡൗട്ട് വരുന്ന ഒരു ഏരിയ ആണ് ITR ഫയലിംഗ്. പ്രോപ്പർ ഗൈഡൻസോട് കൂടി ചെയ്താൽ മാത്രമാണ് ഓസ്ട്രേലിയ എന്നുള്ളൊരു ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. ആപ്ലിക്കേഷൻ ഇട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. സ്റ്റുഡൻറ് വിസ എന്നുള്ളത് സക്സസ് ആക്കി എടുക്കേണ്ടത് കാൻഡിഡേറ്റിൻ്റെയും ഏജൻസിയുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. ഡെസ്മ ഇന്റർനാഷണൽ ഓരോ പ്രൊഫൈലും വളരെയധികം ഡെഡിക്കേഷനോട് കൂടിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഓസ്ട്രേലിയയിലെ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ് ചെയ്യുന്ന നമ്പർ 1 കൺസൾട്ടൻസിയാണ് ഡെസ്മ ഇന്റർനാഷണൽ. അതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റുഡൻറ് വിസയുടെ ആപ്ലിക്കേഷനും ഡീൽ ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിനായി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നമ്മുടെ എക്സ്പേർട്ട് കൗൺസിലർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. പലർക്കും
എന്താണ് ഷോമണി എന്നോ എങ്ങനെയാണ് ഷോമണി കാണിക്കേണ്ടതെന്നോ ഒരു ഐഡിയയും ഉണ്ടാവില്ല. ബട്ട് നമ്മുടെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ള കുട്ടികളോ പാരൻസോ ആണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് മാത്രം അയക്കുക. കോൾ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കണം എന്നില്ല. നമ്മൾക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നതാണ്, അതുകൊണ്ടാണ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് പറയുന്നത്. സോ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഇത് ആവശ്യമുള്ള കുട്ടികളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.